ഉറക്കം ഒരു ഇന്ദ്രജാലമാണ്. ഏതൊരു കടുത്ത ക്ഷീണത്തെയും മായ്ച്ചു കളയാൻ ആരോഗ്യകരമായ ഉറക്കത്തിന് കഴിയും. ജീവവായുവും ഭക്ഷണവും വെള്ളവും പോലെ തന്നെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായതാണ് ഉറക്കവും. 2-3 നാൾ ഒരു പോള കണ്ണടയ്ക്കാത്ത മനുഷ്യർ ഉന്മാദം എന്ന അവസ്ഥയിലാവും. അപാരമായ വൈവിധ്യമുണ്ട് ഉറക്കത്തിന്. കൂർക്കം വലിച്ചും വലിക്കാതെയും ഉറങ്ങാം. ചരിഞ്ഞുകിടന്നും കമിഴ്ന്നുമാകാം. ചുരുണ്ടുകൂടിയും നീണ്ടു നിവർന്നും ഉറങ്ങാം. പുതച്ചും പുതയ്ക്കാതെയും സ്വപ്നം കണ്ടും കാണാതെയും ഉറങ്ങാം. എത്ര ഉറങ്ങിയാലും മതിയാകാത്തവരാണ് പലരും, പ്രത്യേകിച്ചും കുട്ടികൾ. ആയുസ്സിന്റെ 1/3 സമയം ഉറങ്ങുന്നവരാണ് മനുഷ്യർ. കൂടുതൽ ഉറങ്ങുന്നതും കുറച്ചുറങ്ങുന്നതും ഉറക്കത്തിൽ കൃത്യതയില്ലാത്തതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉറക്കം കുറവുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതിന് വരെ ഇടയാകും. ഇതൊക്കെയാണെങ്കിലും ഉറക്കം പൂർണ്ണമായി ശാസ്ത്രത്തിന് പിടിതന്നിട്ടില്ല. നിദ്രാ ഗവേഷണം എന്ന ശാസ്ത്രശാഖ തന്നെയുണ്ട്. ആധുനിക നിദ്രാ ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന നഥാനിയൽ ക്ലൈറ്റ്മാനാണ് ഉറക്കത്തെ ആദ്യമായി ശാസ്ത്രീയമായി വിശകലനം ചെയ്തത്. ഉറക്കത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് പോളിസെമ്നോഗ്രഫി. രാത്രി കിടന്നാൽ രാവിലെയോളം ഒരേ ഉറക്കമാണെന്നാണ് നമ്മൾ പൊതുവെ കരുതുക. എന്നാൽ 1.5 മണിക്കൂർ വരെ നീളുന്ന പല ഉറക്കചക്രങ്ങൾ ചേർന്നാണ് മനുഷ്യന്റെ രാത്രി ഉറക്കം യഥാർത്ഥത്തിൽ പൂർത്തിയാവുക. ഉറക്കത്തിൽ സ്വപ്നം കാണാത്തവർ ആരുമില്ലാലേ? എല്ലാ രാത്രിയും സ്വപ്നം കാണുന്നുണ്ട്. ഭൂരിപക്ഷം പേരും രാവിലെ ഉറക്കമുണരുമ്പോൾ ചിലപ്പോൾ കണ്ട സ്വപ്നം മറന്നുപോയേക്കാം. നിത്യജീവിതത്തിലെ ചിന്തകളും മറ്റുള്ളവരോടുള്ള വികാരങ്ങളും ഇടപെടലുകളും ഒക്കെ ചേർന്നതാണ് സ്വപ്നം. ഇതൊക്കെ ചേർന്ന് തലച്ചോറിൽ സംഭവിക്കുന്ന പ്രക്രിയയാണ് സ്വപ്നം. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായി കരുതപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് ഇതേക്കുറിച്ച് ഒട്ടേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവ സംഗ്രഹിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. ഉറക്കത്തിന്റെ കുത്തക മടിയന്മാരിലേക്ക് ചാർത്താറുണ്ടെങ്കിലും ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് അത് കൂടിയേ തീരൂ. നന്നായി ഉറങ്ങി എണീറ്റാൽ പിന്നീട് ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും കൃത്യതയും ആത്മാർത്ഥതയും ഉണ്ടാകും. ഉറക്കക്കുറവ് മൂലം ക്ഷീണം, തലവേദന, ദേഷ്യം, ശ്രദ്ധക്കുറവ്, വിഷാദം എന്നിവ ഉണ്ടാകാം. ഉറക്കക്കുറവുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സമാനമാണ് അമിത ഉറക്കത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പ്രത്യേകം ഓർക്കുക. ഉറക്കത്തിനായി ഒരു സംഘടനയുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്നാൽ അങ്ങനെ ഒരു സംഘടനയുണ്ട്. വേൾഡ് സ്ലീപ്പ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സംഘടനയിൽ ലോകമെമ്പാടുമുള്ള ഡോക്ടർമാർ, ഗവേഷകർ, ഇതര മേഖലകളിലെ വിദഗ്ധർ എന്നിവർ ഉൾപ്പെടുന്നു. ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് വേൾഡ് സ്ലീപ്പ് സൊസൈറ്റിയുടെ ലക്ഷ്യം.